പട്ടയ നടപടികൾ നിർത്തിവെക്കണമെന്ന ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് ഉത്തരവിട്ടതിന് ശേഷവും എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ വിസമ്മതിക്കുന്നത് ദുരൂഹമാണെന്ന് ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ്. ജില്ലയിൽ പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തണമെന്ന് CPM തീരുമാനമാണ്. ജില്ലയിൽ എമ്പാടും വ്യാജ പട്ടയമാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട കർഷകരുടെ അവകാശം നിഷേധിക്കുന്നത് ശരിയല്ല. 1964 റൂൾ അനുസരിച്ച് അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം ലഭിക്കുന്നതിനായുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. ുകൊണ്ട് ഹൈക്കോടതി തീരുമാനമെടുത്തത് കഴിഞ്ഞ 6 മാസക്കാലമായി മുഷ്താഖ് മുഹമ്മദ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ആ സ്പെഷ്യൽ കോടതി ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലായി ജനുവരി മാസം 10-ാം തീയതി 1964 റൂൾ അനുസരിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിൽ പട്ടയം നൽകുന്നത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻ്ററിം ഓർഡർ സ്പെഷ്യൽ കോടതി പാസ്സാക്കുകയുണ്ടായി. അത് നമ്മുടെ ജില്ലയെ ഏറ്റവും സാരമായി ബാധിക്കുന്നതും പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ആശങ്കയിലാഴ്ത്തുന്നതുമാണ് എന്ന് MP എന്നുള്ള നിലയ്ക്ക് അന്ന് തന്നെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രസ്താവന ഇറക്കുകയും അത് സംബന്ധിച്ച് ഉടനടി സർക്കാർ എതിർ സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ആ ഇൻ്ററിം ഓർഡർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് വരികയുണ്ടായി.